അലീന നീ വന്നില്ലേ? ഇത് എന്തെടുക്കാ? എടി ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. നീ ഇവിടെ എന്തെടുക്കുമായിരുന്നു? നോണ, ഞാൻ നമ്മുടെ ഹോളി വാട്ടർ എടുത്ത് ജസ്റ്റ് ഒരു കുരിശ് വരച്ചതാ. അല്ല ലീന, സാധാരണ നമ്മൾ ഈ ഹോളി വാട്ടർ ഒക്കെ പള്ളിയിലല്ലേ വെക്കാറ്, ഇതെന്താ ഇപ്പൊ വീട്ടിൽ വെച്ചേക്കണേ? അതെ അഗസ്റ്റീന, നമ്മുടെ യഹൂദ പാരമ്പര്യം അനുസരിച്ച് അവർ ദേവാലയത്തിൽ കയറുന്നതിന് മുന്നേ കൈ കഴുകിയിട്ടായിരുന്നു കയറിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ കാത്തലിക് ഫെയ്ത്ത് അനുസരിച്ച് നമ്മൾ പള്ളിയിൽ ഹന്നാൻ വെള്ളം വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ദേവാലയത്തിലേക്ക് കയറാണ്. അപ്പം നമ്മളുടെ ഭവനം എന്താ? ദേവാലയമാണ്. അതിനാലാണ് നമ്മൾ വീട്ടിൽ ഹോളി വാട്ടർ വെച്ചിരിക്കുന്നത്. എടി ആനാവെള്ളം എന്ന് പറഞ്ഞു. എടി ആൻസ്, ഇത് ആനാൻ വെള്ളമല്ല, ഹന്നാൻ വെള്ളം. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സെയിന്റ് പോപ്പ് അലക്സാണ്ടർ ഫസ്റ്റാ. പക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് എനിക്കറിയത്തില്ല. പക്ഷെ ഇതിനെക്കുറിച്ച് പറഞ്ഞു പറ്റിയ ആൾ എൻ്റെ കയ്യിലുണ്ട്. ആ ആളുടെ അടുത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകും. ആൽബിനച്ച, ആൽബിനച്ച, എന്തോ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആൽബിനച്ച, ഈ കൂട്ടുകാർക്ക് ഒരു സംശയമുണ്ട്. നമ്മുടെ ഹന്നാൻ വെള്ളം എന്തിനാണ് നമ്മൾ വീട്ടിൽ വെക്കുന്നത്? ഹന്നാൻ വെള്ളം കൊണ്ട് എന്തിനാണ് കുരിശ് വരയ്ക്കുന്നത്? അച്ഛനെ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാവോ? ഉറപ്പായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹന്നാൻ വെള്ളത്തെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെട്ടാലോ? ഓക്കെ. സെൻറ് മേരീസ് ചർച്ചിലെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കും ഈ ഒരു കണ്ടെയ്നർ കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഹന്നാൻ വെള്ളം സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഹോളി വാട്ടർ, വിശുദ്ധ ജലം നമ്മൾ സൂക്ഷിക്കുന്നത്. ഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധീകരിക്കുക എന്നുള്ള അറമായിക് വാക്കിൽ നിന്നാണ് ഇത് വരുന്നത്, വിശുദ്ധീകരിക്കുക. അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഇത് വൈദികരാലാണ് ഈ ഒരു വിശുദ്ധ വെള്ളം വിശുദ്ധീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആശീർവദിക്കപ്പെടുന്നത്. നമ്മുടെ കൂദാശകളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, നമ്മുടെ ദേവാലയത്തിന് പുറത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഒരുപക്ഷെ ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ ദേവാലയത്തിലേക്ക് കയറുമ്പോൾ നമ്മെ തന്നെ ഒന്ന് വിശുദ്ധീകരിച്ച് വേണം കയറണമെന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഈ വിശുദ്ധ ജലം നമ്മൾ ഉപയോഗിക്കുന്നത്. കുരിശ് വരച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുരിശാലാണ് നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ ഭവനത്തിലേക്ക് കയറുമ്പോഴും ഉപയോഗിക്കാനായിട്ട് പരിശ്രമിക്കാം. ബാപ്റ്റിസത്തിൽ നമ്മളെടുത്ത പ്രതിജ്ഞകളെ വീണ്ടും ഓർമ്മിപ്പിക്കാനായിട്ട് ഈ വെള്ളത്തിന് നമുക്ക് സഹായിക്കുന്നുണ്ട്. ദുഷ്ടാത്മാക്കളിൽ നിന്ന് രക്ഷ നേടുവാനും മറ്റ് ദുഷ്ടശക്തികളിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് ഈ ഹോളി വാട്ടർ നമ്മളെല്ലാവരെയും സഹായിക്കും. അപ്പോൾ നിങ്ങൾ സാധിക്കുന്നവരൊക്കെ നിങ്ങളുടെ ഭവനത്തിൽ ഈ ഒരു ഹോളി വാട്ടറിൻ്റെ കണ്ടെയ്നർ സൂക്ഷിക്കുക. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആൽബിനച്ച, താങ്ക് യു കേട്ടോ. എൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, ബസവനഗർ കഗതാസ്പുര സെൻറ് മേരീസ് ഇടവക ദേവാലയം ഒരു മനോഹരമായ പദ്ധതി പ്ലാൻ ചെയ്യുകയാണ്. ഈ വർഷത്തെ തിരുനാളനുബന്ധിച്ച് ഞങ്ങളുടെ 310 കുടുംബങ്ങൾക്ക് ഒരു സമ്മാനങ്ങൾ കൊടുത്തു. അത് ഹോളി വാട്ടർ കണ്ടെയ്നറാണ്, ഹന്നവെള്ളം വയ്ക്കുന്ന പാത്രം. ആ പാത്രം എല്ലാ ഭവനങ്ങളിലും പ്രധാന വാതിലിൻ്റെ സൈഡിൽ അത് വയ്ക്കും. ഞങ്ങൾ ഓശാനയ്ക്ക് മുമ്പുള്ള ശനിയാഴ്ച അന്ന് 100 കിലോമീറ്ററിലധികം, ഒരു 10 മണിക്കൂറിലധികം സമയമെടുത്ത് ഈശോയെ ദിവ്യകാരുണ്യ പ്രദർശനമായിട്ട് ഈ ഇടവകയുടെ അതിർത്തിയിലൂടെ കൊണ്ടുപോകുന്ന അന്ന് വിശുദ്ധജലം വെഞ്ചരിച്ച് എല്ലാ കുടുംബങ്ങൾക്കും കൊടുക്കും. ആ വിശുദ്ധജലം ദുഃഖശനിയാഴ്ച, വലിയ ശനിയാഴ്ച അവരുടെ വീടിൻ്റെ പ്രധാന വാതിൽ പടിയിൽ പിടിപ്പിച്ചിരിക്കുന്ന ഈ ഹന്നാവെള്ളം വയ്ക്കുന്ന കണ്ടെയ്നറിൽ വെച്ച് അന്നു മുതൽ ആ കുടുംബാംഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന യാത്രാവേളകൾ മുഴുവൻ ആ വിശുദ്ധ ജലം തൊട്ട് നെറ്റിയിൽ കുരിശു വരച്ച് പുറത്തേക്ക് പോകുന്ന ഒരു പതിവ് പാരമ്പര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു അവബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളത് ചെയ്യുന്നത്. അതിനൊരു കാരണം, സാത്താന് പേടിയുള്ള 2 ആയുധങ്ങളാണ്. ഒന്ന് ജപമാലയും, രണ്ടാമത്തേത് വിശുദ്ധ ജലവും. ഭവനത്തിൻ്റെ ചുറ്റുപാടുകളിൽ കടന്നു വരാവുന്ന സാത്താൻ നമ്മളൊക്കെ കീഴടക്കാവുന്ന അവസ്ഥകളിൽ നിന്നും ആ കുടുംബത്തെ മോചിപ്പിക്കാനും നമ്മുടെ യാത്രകളിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും വിശുദ്ധമാകാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങി എല്ലാ കാര്യങ്ങളും സത്യസന്ധമായും നിർമ്മലമായും നീതിപരമായും ചെയ്യാൻ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്ന ഈ കർമ്മം എൻ്റെ ഇടവകയിലെ എല്ലാവരും ചെയ്യാനുള്ള ഒരു ബോധനം എൻ്റെ ജനത്തിന് കൊടുക്കുന്നു. അതെല്ലാവരും ചെയ്ത് ഈ വിശുദ്ധജലം നെറ്റിയിൽ വരയ്ക്കുന്നതോടുകൂടെ ചിന്തകളെ
മനോഭാവങ്ങളെ, പ്രവൃത്തികളെ വിശുദ്ധീകരിക്കാൻ പ്രാർത്ഥിക്കുന്ന മനോഹരമായ കർമ്മത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കാൻ പോവാണ്. എല്ലാ ഇടവകങ്ങളോടും പ്രത്യേകമായി ഫലദായകമായ ഈ കർമ്മത്തിന് സാക്ഷികളാകാൻ ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. ഈ ശ്രമത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹായങ്ങളും സഹകരണം ഉണ്ടാകണമെന്ന് നിങ്ങളോട് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ഈ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ അമലോത്ഭ മാതാവിൻ്റെ കൃപകൾ ഉണ്ടാകാൻ വേണ്ടി മാതാവിൻ്റെ തിരുസ്വരൂപം അതിലുണ്ട്. അതുപോലെ തന്നെ കുടുംബങ്ങളുടെ മധ്യസ്ഥനായ ചാവറപ്പിതാവിൻ്റെ ഫോട്ടോ അതിലുണ്ട്. എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മളെയൊക്കെ മോചിപ്പിക്കുന്ന മാധ്യസ്ഥ അപേക്ഷിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഫോട്ടോ അതിലുണ്ട്. അതുപോലെ എല്ലാ മാലാകവൃന്ദങ്ങളുടെയും നേതൃത്വം വഹിക്കുന്ന മിഖായേൽ, ഗബ്രിയേൽ, റാഫേൽ സൗഖ്യദായകൻ, ഗബ്രിയേൽ നല്ല വാർത്തകൾ കൊണ്ടുവരുന്ന മാലാഖ, മിഖായേൽ എല്ലാ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്ന മാലാഖ. ഇവരെല്ലാവരുടെയും ഫോട്ടോ അതിൽ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മംഗളം നേരുന്നു. ദൈവാനുഗ്രഹം ധാരാളമായിട്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെയും പ്രാർത്ഥന ഓർക്കണേ. സന്തോഷം.